പറയാൻ പോകുന്നത് നക്ഷത്ര പൊരുത്തവും ജാതക ചേർച്ചയും. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിവാഹത്തിന് മുമ്പ് സ്ത്രീ പുരുഷന്മാരുടെ നക്ഷത്ര പൊരുത്തവും ജാതക ചേർച്ചയും നോക്കേണ്ടതുണ്ടോ? എന്താണ് അതിൻ്റെ സത്ത? അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ വല്ലതും ഉണ്ടോ? ഇവരുടെ ഭാവി ജീവിതത്തിനെ, അവരുടെ ദാമ്പത്യത്തിനെ ഇത് ബാധിക്കുമോ? ഇതെല്ലാമാണ് ഇവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ വിവാഹത്തിനെ കുറിച്ച് നമ്മൾ പറയണം. വിവാഹം എന്നാൽ എന്താ? ഒരിക്കലും ഉപേക്ഷിക്കാൻ വയ്യാത്ത വഹനം എന്നാണ് വിവാഹം എന്ന പദത്തിന്റെ അർത്ഥം. വഹനം എന്നാൽ ചുമക്കുക, അല്ലെങ്കിൽ ഭാരം, അല്ലെങ്കിൽ ചുമതല എന്നൊക്കെയാണ്. അപ്പൊ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു ചുമതല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഈ ഹൈന്ദവ ധർമ്മശാസ്ത്രപ്രകാരം വിവാഹം 8 വിധമാണ് വിവാഹം. മനസ്സിലായില്ലേ? അത് ബ്രഹ്മം, അതായത് മാതാപിതാക്കൾ വരനെ കണ്ടുപിടിച്ച് മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് ബ്രാഹ്മം എന്ന് പറയുന്നത്, ബ്രാഹ്മ വിവാഹം. പിന്നെ ദൈവം, അത് യാഗത്തിൽ വൃത്തിക്കുന്ന, അതൊന്നും ഇന്നില്ല. മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം, അതൊന്നും ഇന്ന് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞേക്കണ ഹൈന്ദവ ആചാര മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് മുനിമാരെ. അതൊക്കെ നമ്മൾ ഇന്ന് അഡോപ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ആർഷം, പശുക്കളെയോ പണത്തിനെയോ അതൊന്നും നമുക്ക് ഇന്ന് ബാധകമല്ല. പിന്നെ പ്രജാപത്യം, അത് കന്യകയെ ചോദിച്ചു എന്നാണ്. ഒരു ആള് നിങ്ങളുടെ മകളെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ചോദിച്ചു വരുമ്പോൾ അതിനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണ് പ്രജാപത്യം എന്ന് പറയുന്നത്. പിന്നെ ആസുരം, പണത്തെയും കന്യകയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പിന്നെ അതാണ് അത്. പിന്നെ ഗാന്ധർവം, സ്ത്രീ പുരുഷന്മാർ പ്രണയബദ്ധരായിട്ട് വിവാഹം കഴിക്കുന്നതാണ് ഗാന്ധർവം. പിന്നെ രാക്ഷസം, ബലം പ്രയോഗിച്ച കന്യയെ പിടിച്ചുകൊണ്ട് പോയിട്ട് വിവാഹം കഴിക്കാം. പിന്നെ പൈശാചം, വഞ്ചനയിലും ചതിയിലും കൂടി ഈ സ്ത്രീയെ കടത്തിക്കൊണ്ടുപോയി വിവാഹം കഴിക്കാം. ഇതാണ് ഈ വിവാഹം. അങ്ങനെ 8 വിധമാണ്. ഇതിനകത്ത് ഇന്ന് പ്രാബല്യത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മം, പ്രജാപത്യം, ഗാന്ധർവം, ഇത് 3ആണ് ഇന്ന് പ്രാബല്യത്തിലുള്ളത്. മറ്റൊന്നും പ്രാബല്യത്തിലില്ല. വിവാഹ പൊരുത്തത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. പൊരുത്തങ്ങൾ ആകെ 23 പൊരുത്തമാണ് ആകെ ഉള്ളത്. രാശി പൊരുത്തം, രാശാധിപ പൊരുത്തം, ഗണപ്പൊരുത്തം, യോനിപ്പൊരുത്തം, ദിനപ്പൊരുത്തം, സ്ത്രീദീർഘ പൊരുത്തം, മാഹേന്ദ്ര പൊരുത്തം, മധ്യമരഞ്ജു, വേദം, വശ്യം, ഇതാണ് സാധാരണ ഉള്ളത്. പിന്നെ ബാക്കിയുള്ള പൊരുത്തം വർണ്ണപ്പൊരുത്തം, ഗോത്രപ്പൊരുത്തം, മൃഗപ്പൊരുത്തം, വൃക്ഷപ്പൊരുത്തം, പിന്നെ പക്ഷിപ്പൊരുത്തം, വിഹംഗപ്പൊരുത്തം അല്ലെങ്കിൽ പക്ഷിപ്പൊരുത്തം, പിന്നെ ഭൂതപ്പൊരുത്തം, പിന്നെ ഉള്ളത് അഷ്ടവർഗപ്പൊരുത്തം, ആയവയപ്പൊരുത്തം, ചോളപ്പൊരുത്തം, പാണ്ഡ്യപ്പൊരുത്തം, നാമപ്പൊരുത്തം, അക്ഷരപ്പൊരുത്തം, ഇതൊക്കെയാണ്. അപ്പൊ അതൊന്നും ഇന്ന് നിൽക്കേണ്ട. അപ്പൊ ഈ 23 എണ്ണത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 പൊരുത്തങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഈ 10 എണ്ണത്തില് മധ്യമരജ്ജു, വേദം എന്ന് പറയുന്നത് ദോഷങ്ങളാണ്. അപ്പൊ 8 പൊരുത്തങ്ങളും 2 ദോഷങ്ങളും, അതാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. ഈ പൊരുത്തങ്ങളാകെ പറഞ്ഞല്ലോ 23 അപ്പൊ അതിനകത്ത് നമ്മൾ 10 എണ്ണം എടുക്കണം. ആ 10 എണ്ണത്തില് രാശിപ്പൊരുത്തത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഗുണം എന്താ വെച്ചാൽ കുടുംബ ജീവിതത്തിലുള്ള അഭിവൃദ്ധി, സ്ത്രീ പുരുഷന്മാരുടെ ശാരീരിക പ്രകൃതിയെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ രാശിപ്പൊരുത്തം എന്ന് പറയുന്നത്. ഈ രാശാധിപ പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കാളികളെ കൂടുതൽ സ്നേഹ വായ്പകളോടുകൂടി നോക്കാനും അത് സംരക്ഷിക്കാനും വൈവാഹിക ജീവിതം സന്തുഷ്ടമാക്കുവാനും സുഖമായി മുമ്പോട്ട് പോകുവാനും ഉള്ള ഒരു ചേർച്ചയാണ് ഈ രാശാധിപ പൊരുത്തം എന്ന് പറയുന്നത്. പിന്നെ ഗണപ്പൊരുത്തമാണ്. ഗണപ്പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പങ്കാളികളുടെ അഭിവൃദ്ധി, ഗണപ്പൊരുത്തം, സാമ്പത്തികമായ അഭിവൃദ്ധി, ഇതൊക്കെ ഗണപ്പൊരുത്തം കൊണ്ട് ഉണ്ടാവും. പിന്നെ യോനിപ്പൊരുത്തമാണ്. സ്ത്രീയും പുരുഷനും സ്ത്രീ നാളിലായാൽ മധ്യമം. ഇതിന്റെ പിന്നെ രണ്ടും സ്ത്രീ നാളിലും പുരുഷനാളിലും ആണെങ്കിൽ ഉത്തമം. ഇതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ പങ്കാളികൾക്ക് ലൈംഗികമായി ഉള്ള വീഴ്ചയുടെ അനുരൂപതയെ കാണിക്കുന്നതാണിത്. തന്മൂലം സുഖവും സംതൃപ്തിയും സൂചിപ്പിക്കുന്നു ഇത്. പിന്നെ
ഒരേ വാക്കും ഒരേ മനസ്സും സംതൃപ്തിയും വൈകാരിക അഭിലാഷത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ യോനിപ്പൊരുത്തം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ഭാഗങ്ങള് നമുക്കൊരു 3 ഭാഗമായിട്ടാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി പൊരുത്തങ്ങള് യോനിപ്പൊരുത്തം കഴിഞ്ഞുള്ള പൊരുത്തങ്ങളും പിന്നെ പാപസാമ്യ ചിന്ത, ഇതൊക്കെ ഒരു അടുത്ത ഒരു ഭാഗത്തില് അത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ മുഴുവനായി കാണുവാനും അതിനെ ഷെയർ ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുകയാണ്.